ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ജീരകം, പുളി, മല്ലിയില, കറിവേപ്പില എന്നിവയാണ് രസത്തിന് ആവശ്യം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് തക്കാളി, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എന്നിവയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നന്നായി അത് മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലോട്ട് സാമ്പാർ പൊടി ചേർക്കുകയാണ്. സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുക. അതിനകത്തോട്ട് ഓയിൽ ചേർക്കുക. ഓയിൽ ചേർത്ത് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്നത് കാണാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവയാണ് ചേർക്കേണ്ടത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് വണങ്ങി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വണങ്ങി വന്നതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ചു വെച്ച ആ മിശ്രിതം പേസ്റ്റ് ഇതിലോട്ട് ചേർക്കുക. അതിനുശേഷം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുവിധം പാകമായതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളമാണ് ആഡ് ചെയ്തത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. കായപ്പൊടി ചേർക്കുന്നതും രുചി അടിപൊളിയാക്കാൻ സഹായിക്കുന്നതാണ്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി തിളച്ചു വരുന്നത് കാണാം രസം. ആക്ച്വലി ഓഫീസിലോട്ട് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് കറിയൊന്നും ആയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു റെസിപ്പിയാണ് രസം. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം രസം കൂട്ടി ചോറ് ഉഷാറാക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.